ആകാശഭൂമിയുടെ സൂര്യചന്ദ്രനക്ഷത്ര ഗാലക്സികളുടെ ഒക്കെയും ഉടമസ്ഥനാകുന്ന സൃഷ്ടാവാകുന്ന പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹ് എന്നുള്ള ആ ശബ്ദം ഇങ്ങനെ വന്നപ്പോൾ അലട്ടിയപ്പോ ശവരഗ്രന്ഥിയിലേക്ക് അങ്ങ് പതിച്ചപ്പോ ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിധിപ്പെടുത്താൻ വന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാട് വീണു പോവുകയാണ്. വിശുദ്ധ റസൂൽ അവിടെ ഭയപ്പെട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് നിലത്ത് കിടക്കുന്ന വാളങ്ങ് കയ്യിലേന്തി ശത്രുവിന്റെ നേരെ നീട്ടി ചോദിച്ചു, ഇദാ മയ്യം നൗക മിന്നീ, ഇപ്പോൾ എന്റെ കയ്യിലല്ലേ വാളുള്ളത്, മയ്യം നൗക മിന്നീ, എന്നെ തൊട്ട് നിന്നെ തടയാൻ ആരുണ്ട്, നിന്നെ തടയാൻ ആരുണ്ട്? ആ സമയത്ത് ആ ശത്രു പറഞ്ഞത്രേ, വാള് പിടിച്ചവരിൽ ഉദാത്തനായിട്ടും ഉത്കൃഷ്ടനായിട്ടും സ്വഭാവിയായിട്ടും അങ്ങൊന്ന് മാറണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതാ അങ്ങയുടെ മുമ്പിൽ ഒരു കരാറ് പാലിക്കാൻ തയ്യാറാണ്. നിങ്ങളെ ഒറ്റുകൊടുക്കാൻ, ശത്രുക്കളുടെ മുന്നിൽ ഒറ്റുകൊടുക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറാവുകയില്ല എന്ന് ആ ശത്രു റസൂലുള്ളാഹിന്റെ മുമ്പിൽ സമ്മതിക്കേണ്ടി വന്നു. ഉത്കൃഷ്ടമായ സ്വഭാവം ഖുർആൻ പറഞ്ഞു വെച്ചാൽ അത് റസൂലുള്ളാഹിൽ രൂപപ്പെടണം, റസൂലുള്ളാഹിൽ അത് ഉണ്ടാവണം, അത് റസൂൽ പ്രകടമാക്കണം. അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു എല്ലാ ഘട്ടങ്ങളിലും. പേടിച്ചരണ്ട രംഗം, അതിഭീമസകമായ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഒരാളുടെയും സഹായം തേടാതെ നബി പുറപ്പെടുകയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയാനകമായ ശബ്ദം കേട്ട ദിക്കിലേക്ക് പുണ്യ റസൂൽ തിരിച്ചപ്പോ സഹാബികൾ ബേജാറാ, അല്ലാഹുവിന്റെ ഹബീബിന് വല്ലതും സംഭവിച്ചു പോകുമോ, ദേഹോപദ്രവം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്തും ഒറ്റയ്ക്കങ്ങ് ശബ്ദം കേട്ട ദിക്കിലേക്ക് പോവുകയാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂൽ പറഞ്ഞു, ഉതീതു ഹംസ അലം യുത അഹദൻ ഖബ്ലി, എനിക്ക് 5 കാര്യങ്ങൾ എന്നെ ആദരിച്ചുകൊണ്ട് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉതീതു ഹംസ വലം യുതഹു അഹദൻ ഖബ്ലി, എന്റെ മുൻഗാമികളായ ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെടാത്ത സവിശേഷ ഗുണങ്ങളാണത്, അതെനിക്ക് നൽകപ്പെട്ടു പോയതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നുസിർതു, എന്നെ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. പേടി ബേജാറ്, ശത്രുവിന്റെ മുമ്പിൽ ശത്രുവിന് എന്നിലേക്ക് അടുക്കാൻ വല്ലാത്ത ബേജാറായിരിക്കും, പേടിയായിരിക്കും. ഒരു മാസത്തെ വൈദൂരം, അത്ര കണ്ട് ദൂരമുള്ള രീതിയിൽ ഒരു ശത്രുവിന് നബിയുമായിട്ട് ഇടപഴകാൻ കഴിയാത്ത രീതി അല്ലാഹുവിന്റെ ഹൃദയത്തിൽ പേടി കൊടുത്തിട്ടുണ്ട്, ഭീതി കൊടുത്തിട്ടുണ്ടത്രേ. അത് റസൂൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു വിശേഷം എനിക്കുണ്ട്. എനിക്ക് വല്ലാത്തൊരു സഹായമാണ് കിട്ടിയത്. എനിക്ക് മണ്ണിനെ, ഭൂമിയെ ശുദ്ധിയാക്കാനുള്ള ഉപകരണമാക്കി മാറ്റി തന്നിട്ടുണ്ട് അല്ലാഹ്. അത് എനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഭൂമിയെ പള്ളിയാക്കി തന്നിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യാനുള്ള, സുജൂദ് ചെയ്യാനുള്ള സ്ഥലമാക്കി, നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി അല്ലാഹു മാറ്റി തന്നിട്ടുണ്ട്. ശുദ്ധിയുള്ള ഏത് സ്ഥലത്ത് പോയി നിസ്കരിക്കാം, അതൊരു പ്രത്യേകമായ പവർ അല്ലാഹു നബിക്ക് കൊടുത്തിരിക്കുകയാണ്. തയമ്മും ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. അതേപോലെ തന്നെ ഭൂമിയിലെ വെള്ളം, ഭൂമിയിലെ മണ്ണ് എല്ലാം ശുദ്ധീകരിക്കാനുള്ള ഉപകരണമായിട്ട് അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ സമുദായത്തിനും കൊടുത്തിരിക്കുകയാണ്. അത്ഭുതമാണ് പരിശുദ്ധ നബി റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉതീതു ശഫാഅത്തൻ, എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂൽ. നാളെ ശഫാഅത്ത് കിട്ടണ്ടേ നമുക്ക്? നാളെ ശഫാഅത്തിന് വേണ്ടി തേടുകയല്ലേ നമ്മൾ? അല്ലാഹുവിന്റെ ഹബീബേ, നാളെ ശഫാഅത്ത് ചെയ്യുമല്ലോ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മനുഷ്യരാശി, കോടി വരുന്ന മനുഷ്യരാശികൾ, സുബ്ഹാനല്ലാഹ്, അംബിയാക്കൾ, മുർസലുകൾ, മലായികത്തുകൾ, ജിന്നുകൾ, ഇൻസുകൾ എല്ലാം നിൽക്കുന്ന വ്യക്തമാണ്. ശഫാഅത്തിന്റെ ഉടമസ്ഥരായിട്ട് ആര് മാത്രം? ഹബീബായ മുഹമ്മദ് മുസ്തഫ. യൗമ യദ്ഉ ആദമു വൽ അംബിയാ നഫ്സി 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 നഫ്സിയ.
യൗമ യദൂ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമി യാ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി വരും. നമ്മൾ വാങ്ങി കൊടുത്തപ്പോഴും ഇഖാമത്ത് കൊടുത്തപ്പോഴും ആ ശഫാഅത്ത് എന്ന് പറഞ്ഞ ഉന്നതമായ പദവി കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീലത വദ്ദറജത റഫിയ വബഅത്ഹു മഖാമൻ മഹ്മൂദനിൽ ലദീ വഅത വർസുഖ്നാ ശഫാഅതഹു. വല്ലാത്തൊരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്തിയത്. പടച്ചവനെ, നിർത്തപ്പെടുന്ന നിസ്കാരത്തിന്റെ നാഥാ, റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ, ഈ ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും നാഥനായ റബ്ബേ, വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല, മുഹമ്മദ് നബിക്ക് വസീലത്ത് എന്ന് പറഞ്ഞ പദവി നീ കൊടുക്കണേ അല്ലാഹ്. വൽ ഫളീല, ഫളീലത്ത് എന്ന് പറഞ്ഞ പദവി നീ കൊടുക്കണേ റബ്ബേ. ഉന്നതമായ സ്ഥാനങ്ങളാണത്, ഉന്നതമായ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്നതായ മഖാമുകളാണത്. പടച്ചവനെ, ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ. ഇത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് മൗലിദിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നമ്മൾ ബാങ്ക് കൊടുത്താൽ തേടുന്നുണ്ട് എങ്കിൽ, ഇഖാമത്ത് കൊടുത്താൽ തേടുന്നു.